ഇന്നൊരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. ഗ്രില്ലഡ് ചിക്കൻ സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ പാൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനും ഒരുപാട് വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സാലഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സാലഡ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മസാല പുരട്ടി വെക്കണം. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന സാലഡിലേക്ക് എന്താണ് നമ്മൾ എടുക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുത്താൽ മതിയിട്ടാണ്. ഇനിയിപ്പോൾ ചിക്കനാണോ വെജിറ്റബിൾസാണോ കുബൂസാണോ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഈ ചിക്കനൊന്ന് മസാല പുരട്ടിയെടുക്കുക. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. ലെമൺ ജ്യൂസ് അധികം ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിലേക്ക് ഒരു 2 വലിയ അല്ലി വെള്ളുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗം എൻ്റെ അടുത്ത് നിന്ന് കട്ടായിപ്പോയി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ മസാല പറ്റിച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഞാനൊരു പരന്ന പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാൻ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാനാണ്. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ചെയ്താലും മതി കേട്ടോ. ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് ഈ ചിക്കൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5-8 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5-8 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രില്ല് ചെയ്തിട്ടുള്ള ആ ഒരു കളർ വരുമല്ലോ, ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡിലേക്ക് ഉള്ള ഒരു സോസ് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒലിവ് ഓയിലിന് പകരമായിട്ട് വേറെ ഓയിലൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഒരു വെള്ളുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നല്ലപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ എടുക്കണം കേട്ടോ ലെമൺ ജ്യൂസ്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ സോസിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത് ലെമണിൻ്റെ തൊലിയാണ് കേട്ടോ. നമ്മൾ പ്ലം കേക്കിൽക്കൊക്കെ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തെടുത്തില്ല, അതേപോലെ തന്നെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വൈറ്റ് ഭാഗം പെടുകയെ ചെയ്യരുത്. വൈറ്റ് ഭാഗം പെട്ട് കഴിഞ്ഞാൽ നല്ല പോലെ കയ്പ്പുണ്ടാവും കേട്ടോ. അതിന് ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ സോസിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ സോസിലേക്ക് ഇത് വരുമ്പോൾ. ഇനി നമുക്ക് ഈ സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സോസിനേക്കാൾ ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. കാരണം നമ്മുടെ സാലഡിലേക്കും കൂടിയിട്ടുള്ള ഉപ്പ് ഇതിലുണ്ടാവണം. അപ്പോൾ ഉപ്പ് നോക്കുക കേട്ടോ. നോക്കിയിട്ട് ഒന്ന് മുന്നിട്ട് നിന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ സോസ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സാലഡിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അതിന് വേണ്ടി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇടാൻ വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് കൊടുത്തിട്ടുണ്ട്, ഒരു യെല്ലോ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓരോ വെജിറ്റബിൾസും എത്രത്തോളം വേണം ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ലെറ്റ്യൂസാണ് കേട്ടോ. 4 വലിയ ലീഫാണ് എടുത്തിരിക്കുന്നത്. അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 2 കുക്കമ്പർ എടുത്തിട്ട് അതും കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വലിയ 2 തണ്ട് സ്പ്രിംഗ് ഓനിയനും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ടിയുള്ള ഭാഗവും ലീഫിൻ്റെ ഭാഗവും കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അതും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പാഴ്സ്ലി എടുത്തിട്ടുണ്ട്, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ കട്ടിയുള്ള തണ്ടൊന്ന് മുറിച്ച് മാറ്റുക. അതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത്രയും പുതിന എടുത്തിട്ടുണ്ട്, ഒരുപാടില്ല കേട്ടോ. അതും കൂടെ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലിടാൻ മറന്നുപോയി. 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കുബൂസാണ് കേട്ടോ. നമ്മൾ ഷവർമ്മയ്ക്കൊക്കെ എടുക്കുന്ന അതേ വലുപ്പത്തിലുള്ള 3 കുബൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഷവർമ്മയ്ക്ക് ആകുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കില്ല. ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡിലും ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 ഭാഗവും ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. ഇങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം കുബൂസാണോ വേണ്ടത് അതേപോലെ ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. എടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് തോന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സാലഡിലേക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സാലഡിലേക്കുള്ള സോസ് ഉണ്ടല്ലോ, ആ സോസ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഇനി ഈ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ സോസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വല്ലാണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുബൂസ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ പൊട്ടി വരുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുബൂസ് വല്ലാണ്ട് ഉടയൊന്നും വേണ്ട. പിന്നെ കുബൂസൊക്കെ ഇട്ട ഉടനെ തന്നെ കഴിക്കണം കേട്ടോ. അതിൽ കിടന്നിട്ട് സോഫ്റ്റ് ആവരുത്. ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി തന്നെ നമുക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എപ്പോഴേലൊക്കെ ഒരു ദിവസം രാത്രിക്കലത്തെ ഭക്ഷണമൊക്കെ ഒന്ന് ചപ്പാത്തിയും കുബൂസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സാലഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ചിക്കൻ ഇല്ലാതെ നമുക്ക് ഈ സാലഡ് റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. കുബൂസ് മാത്രം ക്രിസ്പി ആക്കിയിട്ട് ഇട്ടാൽ മതി. ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ആ സോസും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ചിക്കൻ വേണമെന്നില്ല കേട്ടോ. ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യുക. ചിക്കൻ ഇല്ലാതെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.